ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ കുറച്ച് ദിവസമല്ലേ നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇതാ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ റമദാനൊക്കെ ആവാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ, ടിപ്സും ട്രിക്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നോമ്പിന് നമുക്ക് സ്നാക്സ് നമ്മൾ എന്തായാലും എല്ലാവരും എണ്ണക്കടികളൊക്കെ പൊരിക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ഇന്ന് സമൂസയും കട്ട്ലേറ്റൊക്കെ എങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു മാസത്തേക്കുള്ളതൊക്കെ മുഴുവനായിട്ട് സ്റ്റോർ ചെയ്ത് എങ്ങനെ വെക്കാം, ഫ്രീസറിൽ വെക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ടൈം തന്നെ നമുക്ക് ബാധത്തും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കിട്ടും. നമുക്ക് അധികം ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ട വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്ക്. ഇതിലെല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാൻ കട്ട്ലേറ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തായാലും ഒരു ഫില്ലിങ് വേണം. അപ്പോൾ ആ ഒരു മസാല ഉണ്ടാക്കാനായിട്ട് ഇതാ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ സവാള എന്നിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. കനം കുറച്ചിട്ട് ഒന്നതാ ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ് കേട്ടോ വേണ്ടത്. ഞാൻ എപ്പോഴും പച്ചമുളക് ഇതേപോലെ ചതച്ചിട്ടാണ് കൂടുതലും ചേർത്ത് കൊടുക്കാറ്. കുട്ടികളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇങ്ങനെ എടുത്ത് കടിക്കൂലല്ലോ. അപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 3-4 വലിയ വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ക്രഷ് ചെയ്തിട്ട് മിക്സിയിൽ ചാലിട്ട് ക്രഷ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വാടി വരാനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ബീഫ്, ഞാനിപ്പോൾ ബീഫ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ബീഫ് കുറച്ച് ആവശ്യത്തിന് എടുത്തിട്ട് ഞാനിപ്പോൾ ഇത് കറി വെച്ച ബീഫിൽ നിന്ന് നല്ല പീസ് നോക്കിയിട്ട് എടുത്ത് മാറ്റിയതാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സിയിൽ ചാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീഫ് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുക്കറിലിട്ട് വേവിച്ച് നമുക്ക് ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാട്ടോ. ഒരുപാട് സവാള കൂടി വെന്തുടഞ്ഞു പോകണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ മതി. എന്നിട്ട് നമ്മൾ ഒന്ന് കറക്കി എടുത്തിട്ടില്ലേ ഒരു ബീഫ്, ആ ഒരു ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ബീഫ് ഇങ്ങനെ അരഞ്ഞു പോയത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാനും കൂടെ കിട്ടണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ആ ബീഫും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിൻ്റെ മസാല ഇട്ട് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് പൊട്ടറ്റോ ആണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 5 വലിയ പൊട്ടറ്റോ നന്നായിട്ട് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഇതേ രീതിയിൽ ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലയും ആ ഒരു പൊട്ടറ്റോ ഒക്കെ ആയിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഇതേ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് കട്ട്ലേറ്റിന്റെ മസാല ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഏത് ഫ്ലേവറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ് ചെയ്തെടുക്കാം. ഇനി അത് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ഈ കട്ട്ലേറ്റിന് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ബ്രെഡാണ് എടുക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റസ്ക് പൊടി എടുത്താലും മതി, റസ്ക് എടുത്തിട്ട് പൊടിച്ചാലും മതി കേട്ടോ. ബ്രെഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ ഒന്ന് പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും ഇതേ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നാറ് കേട്ടോ. അപ്പൊ ബ്രെഡ് ഇതേ രീതിയിലൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് കറക്കിയാൽ മതി കേട്ടോ. മിക്സിയുടെ ജാറിങ്ങനെ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ ബ്രെഡ് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. എന്നിട്ട് ഒരു അടി കട്ടിയുള്ള ഒരു പാനിലേക്ക് ഞാൻ ഈ ഒരു ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബ്രെഡിന്റെ ഈ സൈഡ് പീസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ പൊടിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡ് പൊടിച്ചത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇതിന്റെ ഒരു നനവൊക്കെ മാറിയിട്ട് അത്യാവശ്യം നല്ല ഇങ്ങനെ മുരിഞ്ഞ് വരണം കേട്ടോ. നല്ലൊരു സൗണ്ട് കേൾക്കും, നല്ല മുരിഞ്ഞ്
പൊടിഞ്ഞ് വരുമ്പോൾ റിസ്കിന്റെ പൊടിയൊക്കെ ഇരിക്കൂലേ, അതേ രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പൊ കണ്ടതാ ഇതേ രീതിയിൽ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോ അത്യാവശ്യം നന്നായിട്ട് ആ ഒരു നനവൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അല്ലെങ്കിൽ മുരുമുരുന്നിരിക്കൂട്ടോ ആ ഒരു ബ്രെഡിന്റെ പൊടി. അപ്പൊ ഇതേ രീതിയിലായിരുന്നെങ്കിൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതിട്ടാ. ഇനി നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനെങ്കിൽ ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് അടച്ച് മൂടി വെച്ചാൽ ഒരുപാട് നാൾ ഇതേമാതിരി കേടാവാണ്ടിരുന്നോളൂ കേട്ടോ. നോമ്പിനൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല ഈസി ആയിരിക്കും. ഇനി ഞാൻ ഒന്നും കൂടി ഇത് ഒരു അടിപൊളി നല്ലൊരു പൗഡർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്ത് ഒന്നും കൂടി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു വലിയ തരികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് നന്നായിട്ട് നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും. കണ്ടില്ലേ, ഇതേ രീതിയിൽ കിട്ടും കേട്ടോ. അപ്പൊ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്ഷനിൽ നമുക്ക് പൊട്ടിപ്പോവാണ്ട് നല്ല അടിപൊളി കട്ട്ലേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇത് ഇങ്ങനെ ചെയ്തെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി അടുത്ത ടിപ്പ്, നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഒരു ബ്രെഡ് ക്രംസിൽ നിന്ന് ഒരു 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്കിത് കൈ കൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റും. അതേപോലെ തന്നെ നല്ലൊരു സ്റ്റിഫായിട്ടിരിക്കും, ഒരുപാട് ഇങ്ങനെ കുഴഞ്ഞു പോവാണ്ട് നല്ല നമുക്ക് ഈസി ആയിട്ട് റൗണ്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അതേപോലെ തന്നെ നമ്മൾ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊന്നിങ്ങനെ ഒന്ന് സൈസായിട്ട് വരൂട്ട് ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചെയ്ത് നോക്ക്. എന്നിട്ട് കൈ വെച്ചിട്ട് ബ്രെഡ് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതാ നമ്മൾ സാധാ കട്ട്ലേറ്റിന്റെ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ. അപ്പൊ നിങ്ങൾ ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കാറില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇതേ രീതിയിൽ തന്നെ ഞാൻ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ. ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്യാറുള്ളത് മുട്ടയുടെ ബാറ്ററിലാണ്. അപ്പൊ നമുക്ക് ഈ മുട്ടയുടെ ബാറ്ററിൽ കട്ട്ലേറ്റ് ഡിപ്പ് ചെയ്യുമ്പോൾ ഓയിൽ പെട്ടെന്ന് പതഞ്ഞു പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് അടിപൊളി ഒരു ടിപ്പാണ് മൈദപ്പൊടി കലക്കിയെടുക്കുക കേട്ടോ. കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ കാണിച്ചു തരുന്ന രീതിയിൽ ഒന്ന് ബാറ്റർ ആക്കി എടുക്കുക. ഒരുപാട് ലൂസായി പോകരുത്, ഒരുപാട് തിക്കായി പോകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണോട്ടെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇനിയിപ്പോ കട്ട്ലേറ്റ് എന്നുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബ്രെഡ് ക്രംസും അതേപോലെ ആ ഒരു മൈദയുടെ ബാറ്ററും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലേറ്റ് ആയിട്ട് എടുത്ത ഫസ്റ്റ് നമുക്ക് മൈദയുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പൊ എല്ലാ ഭാഗവും നനഞ്ഞു കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് മുക്കിയെടുക്കുക കേട്ടോ. അപ്പൊ ഒരു സ്പൂൺ വെച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഒരു നമ്മുടെ കയ്യിലെ മാവ് നനവാവൂല, അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാനും പറ്റും. കണ്ടില്ല, എന്നിട്ട് അതേ രീതിയിൽ ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഓരോന്നും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ഒരു ബ്രെഡിന്റെ പൊടി നന്നായിട്ട് എത്തുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചത് ഇതേപോലെ ഒരു കട്ട്ലേറ്റ് എടുത്ത് ആ ഒരു മൈദയുടെ ബാറ്ററിലിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അതേ രീതിയിൽ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ കഴിയൂട്ട. അതേമാതിരി നമ്മൾ ഈ ബ്രെഡ് ഇങ്ങനെ വറുത്ത് പൊടിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വേസ്റ്റ് ആയിട്ട് പോകില്ല കേട്ടോ. നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ബ്രെഡ് പൊടി വേസ്റ്റ് ആയിട്ട് പോകില്ല. അപ്പൊ ഇത്രയും പൊടി കൊണ്ട് ഇത് മുഴുവനും ഞാനൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഫ്രീസ് ചെയ്ത് വെക്കാനുള്ളതല്ലേ. അപ്പൊ ഇത് പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടും ഒരു ബോക്സിലേക്ക് ആക്കി വെക്കുമ്പോൾ ഇതിന്റെ ഒരു കോട്ടിങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് ഡബിൾ കോട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രാവശ്യം കൂടി ഞാനിത് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ മൈദപ്പൊടിയിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കണം കേട്ടോ. നമ്മൾ ആദ്യം കോട്ട് ചെയ്തെടുത്ത അതേ കട്ടിയിലല്ല കേട്ടോ നമ്മൾ രണ്ടാമത് കോട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതൊന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ കട്ട്ലേറ്റ് നന്നായിട്ട് അതിൽ മുക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ബ്രെഡ് പൊടിയിൽ ഇട്ടിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഒരുപാട് ഇങ്ങനെ ബ്രെഡിന്റെ പൊടി അതിൽ കോട്ടായിട്ട് കിട്ടിയില്ലെന്ന് ജസ്റ്റ് ഒരു നൈസ് ആയിട്ടുള്ള ഒരു കോട്ടിങ് അതിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഡബിൾ കോട്ട് ചെയ്തെടുക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലേറ്റ് നല്ല ക്രിസ്പി ആയിരിക്കും. അതേപോലെ ഒട്ടും പൊട്ടിപ്പോകുകയുമില്ല. നമുക്ക് എത്ര നാൾ
വേണമെന്നുണ്ടെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെക്കുകയും ചെയ്യാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ബ്രെഡിന്റെ പൊടി ഒട്ടും നനവൊന്നും ഇല്ലാണ്ട് നല്ല നമ്മൾ അത്രയും കട്ട്ലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടും നല്ല ഡ്രൈ ആയിട്ട് തന്നെ ബാക്കിയുള്ള ബ്രെഡ് ക്രംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് വീണ്ടും കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു കട്ട്ലേറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന്, ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് ഇതേപോലെ എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സിപ്പ് ലോക്ക് ബാഗ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുത്താലും മതി കേട്ടോ. സിപ്പ് ലോക്കിലാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇങ്ങനെ ഒന്നിന്റെ മുകളിൽ ഒന്ന് വെക്കാണ്ട് ഇതേ രീതിയിൽ പരത്തി ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. അപ്പൊ ഇതേപോലെ കുറച്ചധികം കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേ രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി ഞാനൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലുമാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും പറ്റാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഇങ്ങനെ എടുത്ത് വെക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്കുള്ളത് ഒന്നിച്ച് ഇതേപോലെ ഉണ്ടാക്കി വെക്കണമെങ്കിലും ഈ സുഖം വന്നിട്ട് നമുക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ കണ്ടെയ്നറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്കൊരു ടിഷ്യൂ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ ഒരു ടിഷ്യൂ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ കട്ട്ലേറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ നിരത്തി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് ഇനി രണ്ടാമത്തെ ലെയർ വെച്ച് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിലായിട്ട് ഒരു ടിഷ്യൂവും കൂടെ വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെക്കുന്നില്ല, അങ്ങനെ വെച്ച് കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് നല്ല സുഖമായിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനൊക്കെ പറ്റും. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റ് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ സമൂസ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ കട്ട്ലേറ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ ആ ഒരു ഐസൊക്കെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വീഴാണ്ടിരിക്കാനാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്തതിന് ശേഷം പൊരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതിന് മുമ്പായിട്ട് ഇനി നമുക്ക് സമൂസ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് സമൂസയുടെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഞാനൊരു 3 സവാള തന്നെയായിട്ട് ഇതിലേക്ക് കൊടുത്തിട്ടുള്ളത്. സവാള കട്ട് ചെയ്ത് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കട്ട്ലേറ്റിൽ അങ്ങനെ കറിവേപ്പില ഇടാറില്ല കേട്ടോ, മല്ലിയില മാത്രമേ ഇടാറുള്ളൂ. എന്നിട്ട് അതൊന്ന് വാടി വരട്ടെ. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് ഞാനിത് സമൂസ ഉണ്ടാക്കി എടുക്കുന്നത് ചിക്കൻ കൊണ്ടാണ് കേട്ടോ. അപ്പൊ ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഫ്രൈ ചെയ്തിട്ട് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ചിക്കനൊക്കെ. ഇനിയിപ്പോൾ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പൊ അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. ഇതൊക്കെ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കുക. വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ കടിക്കാനുള്ള പീസസും അതിൽ വേണം. അതേ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, സമൂസയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് കേട്ടോ, സിമ്പിളായിട്ട് ചെയ്തെടുക്കുക. അപ്പൊ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കട്ട്ലേറ്റിലും സമൂസയിലൊക്കെ ഇങ്ങനത്തെ ഉള്ള സ്നാക്കിൽ എന്തായാലും നിങ്ങൾ മല്ലിയില ചേർത്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിൽ സമൂസയുടെ ഷീറ്റും കൂടെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് സമൂസകൾ വീട്ടിൽ നല്ല പുറത്തുനിന്ന് സമൂസ ഷീറ്റ് വാങ്ങാണ്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അതിനായിട്ട് 2 കപ്പ് മൈദപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ആദ്യം നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. പുട്ടിനൊക്കെ പൊടി നനക്കുന്നത് പോലെ കുഴച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ പൊടി എടുത്ത് അതേ ഗ്ലാസ്സിന് തന്നെ ഒരു കപ്പ് വെള്ളവും കൂടി എടുത്തിട്ടുണ്ട്. പച്ചവെള്ളമാണ്, അതും കൂടി എടുത്ത് നന്നായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് അത് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഒരു ചപ്പാത്തിനേലും കുറച്ചും കൂടി ഒരു ഡ്രൈ ആയിട്ട് വേണം നമുക്ക് ഈ ഒരു മാവ് കിട്ടാനായിട്ട്. കണ്ടില്ലേ, ഒരു 1/4 ഗ്ലാസ് വെള്ളം ബാക്കിയുണ്ട് കേട്ടോ. ബാക്കിയുള്ളത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ഞാൻ വീണ്ടും ആ ഡോ എടുത്തിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കുഴച്ചു കൊടുക്കുന്നുണ്ട്.
പിന്നെ ഒരുപാട് നേരം കുഴച്ചെടുക്കണമെന്നില്ല കേട്ടോ. അതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ നല്ല ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ ഓരോന്നും നമുക്ക് ഇതേ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ കുറച്ചധികം സമൂസ ഷീറ്റ് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിൾ ആണ് നമുക്ക് സമൂസ ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കുക. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി, ഒരു 2 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ മൈദയുടെ ആ ഒരു ഇത് പരത്തി എടുക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഞാനൊരു ബ്രഷും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ മതി. ഇനി ഓരോ ബോൾസ് ആയിട്ട് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ പരത്താം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരിയൊക്കെ പരത്തിയിരിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ടും ഒന്ന് ഷേപ്പ് ചെയ്ത് ഇതേപോലെ റൗണ്ട് ആക്കി പരത്തി എടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊരു 7 എണ്ണ ഇതേപോലെ ഒരുമിച്ച് ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഫസ്റ്റ് ഒരു ചപ്പാത്തി എടുക്കുക. അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ മൈദയും ഓയിലും കൂടെ ഉള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അത് ചെയ്ത് കൊടുക്കുക, എന്നാലാണ് ഇത് ഈ ഒരു ലെയർ ഇങ്ങനെ വിട്ട് വിട്ട് വരുള്ളൂ കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ ഒരു ചപ്പാത്തി അതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. വീണ്ടും ഓയിലും മൈദയും കൂടെ ഉള്ള ആ ഒരു മിക്സ് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വീണ്ടും മൂന്നാമത്തെ ഒരു ചപ്പാത്തി എടുത്ത് അതിന്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പൊ ഇതേ രീതിയിൽ മുഴുവനായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ ഇങ്ങനെ ലെയറാക്കി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മുഴുവനായിട്ട് 7 എണ്ണം നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ 7 എണ്ണം ഞാനിങ്ങനെ ഒന്നിനു മേലെ ഒന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇടയിൽ എല്ലാത്തിലും ഓയിലും മൈദയും കൂടെയുള്ള ഒരു മിക്സ് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം കേട്ടോ. അപ്പൊ കുറച്ച് മൈദപ്പൊടി ഞാനൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ റോള് വെച്ചിട്ട് നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് കട്ടി കുറച്ചിട്ട് നിങ്ങൾ പരത്തി എടുക്കണ്ട കേട്ടോ. അത്യാവശ്യം ഒരു ഇത് വേണം, കാരണം നമുക്കിത് ഇങ്ങനെ ലെയർ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതേ രീതിയിൽ ഞാൻ പരത്തി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇത്രയും മതിയാവും കേട്ടോ. ഇനിയിപ്പോ നമുക്ക് എല്ലാനും ഇതേ രീതിയിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇനിയിപ്പോ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. ചുട്ടെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ചിടാം കേട്ടോ. ഒരുപാട് തീയായിരുന്നെങ്കിൽ ഇത് പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് പോകും, ഇങ്ങനെ ചപ്പാത്തി പോലെ ആയിട്ട് പോയിട്ട്. അതില്ലാണ്ട് തീ കുറച്ചിട്ടതിന് ശേഷം ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാട്ടെ. നന്നായിട്ട് ചൂട് ഇങ്ങനെ ആ ഒരു ലെയറിൽ ഉള്ളിലേക്കൊക്കെ ചെല്ലണം. അപ്പൊ ആ ഒരു ചൂട് കൊണ്ടിട്ട് ആ ഒരു ലെയർ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. നമുക്ക് ഓരോന്നും ഇങ്ങനെ അടർത്തി മാറ്റി എടുക്കാനായിട്ട് പറ്റും. അപ്പൊ കണ്ടില്ലേ, ഇങ്ങനെ കൈ കൊണ്ട് നമുക്ക് തിരിച്ച് അറ്റമൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അപ്പൊ തീ കണ്ടില്ലേ, നന്നായിട്ട് സിമ്മിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഇത് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു മൈദയുടെ ചപ്പാത്തി ഇങ്ങനെ ക്രിസ്പി ആയിട്ട് പോയി ഉരിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് റോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റൂല. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് ഒരു ചൂട് തട്ടുമ്പോ തന്നെ ലെയറുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങും. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോ ആ ഓരോ ചപ്പാത്തിയായിട്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റൂട്ടാ. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടില്ലേ, ആ ഒരു ചൂട് ഇങ്ങനെ തട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു സമൂസയുടെ ഷീറ്റ് ഇങ്ങനെ വിട്ട് കിട്ടും. ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാതെ നമുക്ക് ഇതേമാതിരി കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട. ഒരുപാട് നാൾ നമുക്ക് ഇതേ രീതിയിൽ സമൂസ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാട്ടോ. അപ്പൊ ഞാനിപ്പോ ഒരുപാട് ഉണ്ടാക്കി വെക്കുന്നില്ല, കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് മുഴുവനായിട്ട് ഇങ്ങനെ ചൂട് തട്ടിച്ചിട്ട് നമുക്കിന്ന് ഇതേ രീതിയിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ, ബാക്കിയുള്ളതും കൂടെ. അപ്പൊ കണ്ടില്ലേ, ഇതിപ്പോ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അരിക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ, കുറച്ചൊന്ന് ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേ രീതിയിൽ നല്ല കനം കുറഞ്ഞിട്ടുള്ള സമൂസ ഷീറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 4ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒരു കോണായിട്ട് നമുക്ക് 4ആയിട്ട് എല്ലാം കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ കണ്ടില്ല, അത്യാവശ്യം കുറെ സമൂസ ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ, പക്ഷെ ഒരുപാട് സമൂസ
ഷീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഞാനിത് എങ്ങനെയാണ് ഷേപ്പ് ചെയ്ത് സമൂസ ആക്കി എടുക്കുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് കുറച്ച് മൈദപ്പൊടി ഞാനൊന്ന് വെള്ളം കുറച്ച് കലക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഓരോ ഷീറ്റായിട്ട് എടുക്കാം. രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു സൈഡിൽ അറ്റത്തായിട്ട് നമുക്ക് മൈദയുടെ ആ ഒരു മിക്സ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ അപ്പൊ ഒരു കോൺ പോലെ നമുക്ക് കിട്ടും. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്കായിട്ട് നമ്മുടെ ഒരു ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുട്ടി കുട്ടി സമൂസകളാണ് ചെയ്തെടുക്കുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. അപ്പൊ ഞാൻ കുഞ്ഞിതായിട്ടാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് ഫില്ലിങ് വെച്ചെടുക്കുക. ഒരുപാട് കുത്തി നിറക്കണ്ട കേട്ടോ, കാരണം നമുക്ക് മടക്കി എടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ആവശ്യത്തിന് വെച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു അറ്റത്തായിട്ട് വീണ്ടും മൈദയുടെ മിക്സ് തേച്ച് കൊടുത്തിട്ട് മുകളിലുള്ള ഭാഗം താഴത്തേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സമൂസ ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഈസിയാണ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. ഷേപ്പ് ചെയ്തെടുക്കാൻ എത്ര അറിയാത്തവർക്ക് പോലും നല്ല സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ ഓരോന്നും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പൊ ഇതാ അതിന്റെ ഉള്ളിലും ഫില്ലിങ് വെച്ച് കൊടുത്ത് മൈദ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമ്മൾ ആ ഒരു മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയിട്ട്. അപ്പൊ ആ ഒരു ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കവർ ചെയ്ത് പോയിക്കോളും. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് സമൂസകൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പൊ ബാക്കിയുള്ളതെല്ലാം തന്നെ ഞാൻ ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുറച്ചധികം തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ സമൂസ ഷീറ്റ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മളിത് എങ്ങനെയാണ് കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫ്രീസറിൽ നിന്ന് കാണിച്ചു തരാം. അപ്പൊ അതിനായിട്ട് ഇതാ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഇത് വെച്ച് കൊടുക്കുക, ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പരത്തി സമൂസകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അതിന്റെ മുകളിലായിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. കാരണം ഇത് മൈദ ആണല്ലോ, ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടിഷ്യൂ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ പരത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ഷീറ്റും കൂടെ വെച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ വെച്ചിട്ട് നമുക്കിത് മോൾ ഭാഗം കൂടെ കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ ഇതിന്റെ മുകളിലേക്ക് വീണിട്ട് നനഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഞാനിപ്പോ ഇത് ഒരു 2-3 ദിവസത്തിന് ശേഷമാണ് ഇപ്പൊ ഞാനിതെല്ലാം എടുത്തിട്ടുള്ളത് കേട്ടോ. കട്ട്ലേറ്റ് ആണെങ്കിലും നമ്മുടെ ഒരു സമൂസ ആണെന്നുണ്ടെങ്കിലൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതേ രീതിയിൽ ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും പറ്റില്ല. എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ എപ്പോഴാണോ ഫ്രൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനേലും ഒരു 5-10 മിനിറ്റ് മുമ്പ് ഇതേമാതിരി പുറത്തേക്ക് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു അതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് എടുക്കാം കേട്ടോ. കണ്ടില്ലേ, അതായത് ഇപ്പൊ ഞാൻ ആവശ്യമുള്ള സമൂസയും കട്ട്ലേറ്റും ഒക്കെ ഇതേ രീതിയിൽ ആ ഒരു പാത്രത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് ഇപ്പൊ അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കട്ട്ലേറ്റ് ഞാൻ സിപ്പ് ലോക്കിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. സമൂസ അതാ ഞാൻ എടുത്തിട്ടുണ്ട് ആവശ്യമുള്ളത്. എന്നിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ സിപ്പ് ലോക്ക് കവർ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇതാ നമുക്ക് ഓയിലൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. അതിലേക്ക് ഓരോ സമൂസയായിട്ട് ഫസ്റ്റ് ഞാൻ സമൂസേന്റെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പൊ സമൂസ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്താൽ മതിട്ടോ, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഉള്ളിലേക്കൊക്കെ തണുപ്പാണല്ലോ, ഒരു ചൂടൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു സമൂസ ഷീറ്റ് നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ നമ്മൾ കട്ട്ലേറ്റ് ആണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പൊ അതും ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതാ ഒരു 3 കട്ട്ലേറ്റ് വെച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും പൊട്ടി പോകാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ട്ലേറ്റ് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് വെക്കുകയും ചെയ്യാം. ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഫ്രൈ ചെയ്ത് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. റമദാനൊക്കെ അല്ലേ, ഇതേപോലെ എന്ത് കടികൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും ട്രിക്സ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കിട്ട. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പൊ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.